ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. സോ ഗൈസ് പിന്നെ വന്നിരിക്കുകയാണ് നമ്മുടെ ഫ്രീ ഫയറിലെ റാങ്ക് പുഷിങ് പാർട്ട് 6 ആയിട്ട്. സോ ഗൈസ് വെറും ഒരു വീഡിയോ അല്ല, നമ്മളൊരു ചാലഞ്ചും കൂടെ വന്നിരിക്കുന്നു. നമ്മൾ ഫ്രീ ഫയറിൽ CS റാങ്കിൽ എന്താ MB5 അല്ല MB5 മാത്രം, ഓൺലി MB5 ചാലഞ്ചാണ്. ഓക്കെ, നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫൈനലി നമുക്കൊരു കാര്യം കൂടെ പറയേണ്ടത്, നമ്മുടെ പ്ലാറ്റിനിയം 2 അടിച്ചു നമ്മുടെ ഫ്രീ ഫയർ CS റാങ്കിൽ. BR മൂവ് ചെയ്യണം പക്ഷേ വീഡിയോയിലോട്ട് പോകാൻ മുമ്പ് എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് ഇനി കുറച്ച് സബും കൂടെ മതി, നമുക്ക് 200 സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇപ്പോൾ തന്നെ 188 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. പിന്നെ വ്യൂവേഴ്സ് പറയേണ്ടല്ലോ 17.2K അടിച്ചു. എല്ലാവരും അങ്ങ് ലൈക്ക് ചെയ്താ. ഞാനാണ് മൂളിയത് കേട്ടോ, ചുമ്മാ മൂളിക്കൊണ്ടിരിക്കുന്നത്. ഇച്ചിരി വെള്ളം കുടിച്ചപ്പോൾ ഇച്ചിരി എനർജി. അയ്യോ, ഇവിടെ തന്നെ എനിമിയായി. ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഞാൻ എനിമിയാണ് നിന്റെയൊക്കെ. ഞാൻ പെട്ടെന്ന് വീണു. പക്ഷെ എന്താ അങ്ങനെ വേണം. സോ ഗൈസ് നമ്മൾ ലൈവ് വരുന്നതായിരിക്കും. ലൈവ് ഇടാൻ ഗൈസ് പറ്റണ്ടേ, ടൈം കിട്ടുന്നില്ല. നമ്മൾ ഡിഫീറ്റ് ആയിരിക്കുന്നു ഫസ്റ്റത്തെ റൗണ്ടിൽ. അപ്പോൾ ഐശ്വര്യം പോയി എന്നാണ് അർത്ഥം. നെക്സ്റ്റ് റൗണ്ട് നമുക്ക് പിടിക്കാം. അയ്യോ, എടാ MB5 ഇവിടെ അല്ലടാ. MIT-നില്ല, MIT-യിലും കുഴപ്പമില്ല. മറ്റേ ഇതില്ലാത്തതുകൊണ്ടാണ് MB5 അല്ല എന്താ MB40 അൺലോക്ക് ആകാത്തതുകൊണ്ടാണ് ഗൈസ്. അതുകൊണ്ടാണ് കിങ് ഫിഷർ എടുക്കുന്നത്. അവൻ ഡെസേർട്ട് എടുത്താലോ വേണ്ട, അത്രയ്ക്ക് ആവശ്യം. വൺ ടാപ്പൊക്കെ അടിക്കാൻ ഇച്ചിരി വാടകമാരി ഇച്ചിരി സീനാണ്. എല്ലാവരും ചെന്ന് ഇല്ലാണ് നോക്കാം. ഞാൻ 2 നോക്കിട്ട് ഹെൽപ്പ് ചെയ്ത്. ശേ ഇവനൊക്കെ എടാ വാടാ ബാഡ് ബോയ് എന്ന് പറഞ്ഞ ഒരുത്തന്നെ വെടി വെച്ചിട്ടില്ല. ആ വെടി വെക്കുക പറയാൻ പറ്റില്ല, വെടി വെക്കുമായിരിക്കും. വഞ്ഞ് പൊളിക്കും ഡിമിറ്റ് കിട്ടും. ബാഡ് ബോയിന് ഇതൊന്നും അല്ല ഞാൻ ഇവനാണ് ഇവനെ നോക്കിട്ട് വേറൊരുത്തം വന്നപ്പോഴാണ് എൻ്റെ കൺട്രോൾ ഇരുന്നത്. MB40 വരണം. ആ വന്നു. ഓക്കെ, എല്ലാ റൗണ്ടിലും ഇനി MB5 ആണ്. MB40 ഈ MB5 ഞാൻ എപ്പോഴും എടുക്കുന്നുണ്ടായി. അപ്പുറത്ത് അവന്മാരിക്കുന്നു, തലയടിച്ച് പൊളിക്കണം അവന്മാരുടെ. കേർക്ക നമുക്ക് പറഞ്ഞു പോവാം. ലോങ്ങൊക്കെ അടിക്കാൻ നല്ല പാടാ. ഇച്ചിരി അടുത്തതാണെങ്കിൽ ഓക്കെ. സോള് ഞാൻ നല്ലോണം അടിച്ചത് അവനെ. ഇതെന്ത് വാടാ ഹെൽപ്പ് ചെയ്യണായിരുന്നു. ബാഡ് ബോയ് അടിയുടെ പുറകിന്ന് ഹർഷ എന്ത് ചെയ്യണം. നമുക്ക് ഒരു കളിയും കൂടെ കളിക്കാൻ പറ്റണം. MB40 മാത്രം എടുക്കാം, അല്ല 2 MB40 വെച്ചാലോ. 2 എണ്ണം ഞാൻ എടുക്കും. ഈ 2 എണ്ണം ഇഷ്ടം.
ഒന്നത്തിൻ്റെ ബുള്ളറ്റ് ഇങ്ങനെ ഇതുപോലെ കളിഞ്ഞ് അടുത്ത ബുള്ളറ്റ് ഓടാൻ കിടഞ്ഞ് ഇങ്ങനെ ഇടാൻ ഗൈസ്. അവന്മാർ വരുമ്പോൾ തന്നെ പൊട്ടിച്ചിരിക്കുന്നു. ഒരുത്തനും മഞ്ഞില്ല. എന്താ അവന്മാരൊന്നും വരാത്ത ഇവിടെ ആരും വരുന്നില്ല. ഒളിച്ചിരിക്കുമല്ലോ, പിന്നെ എങ്ങനെ ഇനിമ വരും? ബാഡ് ബോയ് കണ്ടടാ. യേസുമാർ നോക്ക് താവുന്നില്ല. ആക്കാൻ ശ്രമിച്ചാലും പൂവന്മാരാണ് എൻ്റെ അടുത്തുള്ളത്. അർഷു എന്ത് തേങ്ങ കളിക്കുന്ന കളി കണ്ടായിരുന്നു. ഒറ്റ ഒരു സ്റ്റാറ് മതി 3 അടിക്കാൻ നമ്മുടെ പ്ലാറ്റിനം. ഒരു കളിയും കൂടെ പോയാലും ഒരു കളിയും കൂടെ പോവാം. മെറ്റിയും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. റെഡ് മൂണാണെന്ന് തോന്നുന്നു സ്ഥലം. റെഡ് മൂന്നൊക്കെ സ്ഥലമല്ലേ, മറ്റേതല്ല എനിക്കറിയാം. എന്തെങ്കിലും നമുക്കേ ഇപ്രാവശ്യം ഈ കളിയിൽ ഇവിടെ മോനെ ഇവൻ കിടിലം കളിയാന്ന് തോന്നുന്നു. പിന്നെ അവൻ എന്തേലും കളിക്കട്ടെ, ഞാൻ ഇപ്പം എന്തെങ്കിലും നമുക്കെല്ലോണം കളിച്ചാൽ മതി. ഓക്കെ ഗൈസ്, നിങ്ങളെല്ലാവരും ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നു ഗൈസ്. പിന്നെ ഒരു സന്തോഷ വാർത്ത, നമ്മളെ ഇപ്പോൾ ഇട്ട കുറച്ച് ഷോർട്സൊക്കെ അല്ല എത്തിയടാ ഞാൻ. അത് ശരി, എത്തിയപ്പോൾ തന്നെ ഔട്ടായി. ഇവിടെ കൊല്ലട ചാവല്ലേ. നർജനാലിക്കൊന്ന് കളിക്കറിഞ്ഞൂടാ. ഞാൻ ചാടി വന്നതുകൊണ്ടാണ് എൻ്റെ ഹെൽത്തും പോയത്. ഇത് മറ്റേ ക്ലാന്ന് പറയണ വെച്ചാൽ ക്യാരക്ടറിൻ്റെ പേരാണ് കേട്ടോ, അവൻ്റെ പേരല്ല. ഉഡ്രാന്ന് പറഞ്ഞ ഞാനാരായി? യേശുവിന് കളിക്കാന്ന് അറിയത്തില്ലെന്ന്. അവൻ ഇച്ചിരി ലൈഫ് ഉണ്ടായിരുന്നു. അടിച്ചു ഈ കളിയും തോക്കും തോന്നുന്നു. അവിടെ ഇതില്ലാത്തതുകൊണ്ടാണ്, MP40 ഇല്ലാത്തതുകൊണ്ടാണ് N94 ഉണ്ടല്ലോ. M80 ഉണ്ട്, രണ്ടും ഉണ്ട്. അല്ല MP40 ചാലഞ്ചാണ്, MIT ഇല്ല കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ ചുമ്മാ അങ്ങനെ അത് കൂട്ടണ്ട. പിന്നെ ഗൈസ് ഗീവ് അവേ ഞാൻ കൊടുക്കുന്ന ഒരു കമൻറ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അല്ല അത് നാളെ ഞാൻ പറയാം. ഇപ്പോൾ പറഞ്ഞാൽ ശരിയായില്ല. അതെന്നാ പരിപാടി? റിവൈവ് ചെയ്തോണ്ടാ, അല്ലാണ്ട് വരാൻ പറ. റിവൈവ് ചെയ്യാണ്ട് കളിക്കാൻ പറ്റുമെങ്കിൽ മതി. പെട്ടെന്ന് റിവൈവ് ചെയ്തോണ്ടാ ഗൈസ്. പക്ഷെ ഞാൻ അത്രയും ചെയ്തില്ലേ, ക്രെഡിറ്റ് തന്നൂടെ ഇനി? ഇവനൊക്കെ ചിറക് മാത്രമേ ഉള്ളൂ, എന്നിട്ട് കളിച്ചു നല്ലോണം. MP40 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് എടുത്തില്ലെന്ന് പറഞ്ഞ് കുറ്റം പറയണ്ട. ഇത് എങ്ങനെയായാലും നമുക്ക് പിടിക്കണം കേട്ടോ. 0-2-0. പൊട്ടന്മാർക്ക് ചിറക് മാത്രമേ ഉള്ളൂ, കളിക്കാൻ അറിഞ്ഞോളെന്ന് തോന്നുന്നു. ചിലപ്പോൾ കളിക്കും, പറയാൻ പറ്റില്ല.
പ്ലാറ്റിനൊക്കെ എത്തിയ നല്ല പാടാ, പറയണ പോലെ ഒന്നുമില്ല. നമുക്ക് ഇവിടെ തന്നെ നിന്നാലോ. അടുത്ത വരുന്നുണ്ട്. പറഞ്ഞു വരുന്നു. പക്ഷെ മറഞ്ഞു വരുമെങ്കിൽ വരുന്നുണ്ട്. ഒരു എനിമിയല്ലേ വന്നത്. ഓക്കെ, കിളമ്പഴി പാത്തു ചത്ത ചാവട്ടെ. പിടിക്കാൻ പറ്റുമോ? ഇവിടെ കുറേ പേരുണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് അടിച്ച് ഗരീന അതെനിക്ക് തരൂ. കണ്ടോ, MVP കിട്ടി. അങ്ങനെയെങ്കിൽ എനിക്ക് കിട്ടിയല്ലോ, അത് മതി. അല്ലല്ല, M8 എടുക്കാൻ പാടില്ല, ഞാൻ ഒഴിവാക്കി വെച്ചു. MP40 ചാലഞ്ചായി കണക്കിലെടുക്കേണ്ടത്. നിങ്ങൾ കഷ്ടപ്പെട്ട് MVP അടിച്ചല്ലേ, നിങ്ങളൊരു സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും മതി. ഷെയർ ചെയ്തോ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ട് അതുമാത്രം എന്താ ഒഴിവാക്കിയത്, അതിരിക്കട്ടെ. ഓക്കേ, ഞാൻ ഇവിടെ നിന്ന് എല്ലാം അല്ല, എനിക്ക് ഇതിൻ്റെ അടിയിൽ കൂടെ പോട്ടെ. ഇതിൻ്റെ അടിയിലുണ്ട്, മാർക്കറിയത്തില്ലല്ലോ. പടാ അത്രക്കും ആണത്തുണ്ടെങ്കിൽ ഇയാളുവാ. ചാവലെ ഇവിടെ വരട്ടെ. കളി ജയിപ്പിച്ചാ മതി, ജയിച്ചാ മതി. അവനെ തീർത്തടാ. അങ്ങനെ 2-2 എന്ന സ്കോർ. ആരാണ് ആരാണെങ്കിലും കളിച്ചെങ്കിൽ കൊള്ളാം. ജയിച്ചു. നമ്മൾ അടുത്ത ഈ കളിയും കൂടെ പിടിക്കണം ഗൈസ്. നിങ്ങളുടെ ഒറ്റ സപ്പോർട്ട് മതി ഗൈസ്. എല്ലാവരും ചിറകുരിച്ചവനെ കളിയടാ. നീ മാലാകയാണെങ്കിലും കളിക്കണം പ്ലീസ്. ഇവന്മാരൊക്കെ ബ്രോൺസ് നോക്കട്ടെ, അത് കാണാൻ പറ്റില്ല. പിന്നെ കണ്ട സ്ക്വിഡ് ഗെയിമിൻ്റെ ഇതൊക്കെ കണ്ടോ, ഇതിൻ്റെ പേര് 3 നമ്പേഴ്സിൻ്റെ. ഈ സമ്മക്ക് പിടിക്കണം. ഞാൻ ഇതുവരെയായിട്ട് നല്ലോണം കളിച്ചിട്ട് ഇത് മാത്രം കോഞ്ഞാട്ട കളി കളിച്ച എൻ്റെ പേര് അല്ല പൊട്ടക്കളിയാകും. പേരെന്തുവാൻ പൊട്ടയിട്ട് കളിച്ച അടുത്ത അടിച്ചവും സീൻ സഹീലിൻ്റെ അടുത്ത്. നമ്മൾ കംബാക്ക് അടിക്കുമോ? കംബാക്ക് അടിച്ചു. പക്ഷേ ഇനി 4 കൂടെ ആയാൽ നമ്മൾ കംബാക്ക് പൂർണ്ണമായി. നമ്മൾ ജയിക്കണം ഗൈസ്. ഏതൊരുത്തും നല്ലോണം കളിച്ച്. ഈ സഹീൽ കളിച്ച്, അക്ഷു കളിച്ച്, ഇനി നർജലാനി കൂടെ കളിച്ചാൽ മതി. അവനും കൂടെ കളിക്കണം. ഞാൻ കളിച്ചോളൂ നല്ലോണം. MVP എടുത്തു. പിന്നെ മറ്റേ കളി അവർ റിവൈവ് ചെയ്തോണ്ടാ. കൂടാണ്ട് എല്ലാവരും ചത്ത്. എങ്ങനെ ഈസ് അടിക്കാന്നാ പറയണേ? 2 കൂടെ വന്നിരിക്കുക. ആ റിവൈവ് ചെയ്തവനെ ഞാൻ തട്ടി. ഇതെങ്ങനെ കളിച്ചവൻ MP5 അപ്ഗ്രേഡ് ചെയ്ത് കളിച്ചാൽ അങ്ങനെയൊക്കെ പറ്റും കേട്ടോ. ഇവന് എൻ്റെ ടീം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. മര്യാദ നോക്കാം ഗൈസ്. ഏതോനെ നോക്ക തെളിഞ്ഞിരിക്കുവെല്ലാം. തീർക്ക് അവന്മാരെ കമ്പാക്ക് അടിക്കുന്നു. നമ്മുടെ ടീമിൽ എല്ലാവരും മിസ്. ഇവന്മാരൊക്കെ പിന്നെയും കളയുക ഗൈസ്. ലാസ്റ്റ് 1 റൗണ്ടും കൂടെ അടിക്കുമെന്ന്
ഇമാര് ലാസ്റ്റ് ഈ ഒരു കളിയും കൂടെ ഇമാർക്ക് എടുത്തൂടെ? എടാ എടാ മാനം പോവടാ. ഇങ്ങനെയാണെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് കളിച്ചിട്ട് തോക്കുവാണെങ്കിൽ അത് ശരിയാത്തില്ല. പിന്നെ ഹീറോയ്ക്ക് അടുത്ത റാങ്ക് ഡയമണ്ടാണ്. ഹീറോയ്ക്ക് അടിക്കണം, മാസ്റ്റർ അടിക്കുന്നവരെ ഞാൻ കളിക്കും. അല്ല, അത് കഴിഞ്ഞാലും നമ്മുടെ ഫ്രീ ഫയർ തുടരും. കേസ് എനിക്ക് MP40 ഉള്ളതുകൊണ്ടാണ് അത് ഇച്ചിരി അടുത്ത് വന്നാൽ എനിക്ക് ലോങ് അടിക്കണ്ട. ഒരു നോക്ക് അടാ, നോക്ക് നോക്ക്. ഒരുത്തനും എവിടെ എവിടെ അവനെ എത്ര നേരം കൊണ്ട് അടിക്കാൻ നോക്കുമെന്ന് അറിയാവോ? എൻ്റെ ഹൃദയം ഒന്ന് ഞടഞ്ഞു പോയി. ഓ പ്ലാറ്റിനം 3 അടിച്ചു ഗൈസ്. കഷ്ടപ്പെട്ട് ഏസ് അടിച്ച് അതൊക്കെ ഒരു വേറെ ലെവൽ കളിയല്ലേ. എടാ ഗൈസ് നോക്കട്ടെ എടാ എനിക്ക് എന്തൊക്കെയോ ഇപ്പം എടുക്കാം. ഞാൻ കഷ്ടപ്പെട്ടൊരു സാധനം ചെയ്ത് വെച്ചായിരുന്നു. നീ കാണിച്ചു തരുന്നത് യാദർസ് കണ്ട കണ്ട ഇത്രയായി. ഇതെന്തിനാണെന്നറിയാവോ? ഞാൻ എക്സ്ചേഞ്ച് ഫാസ്റ്റ് സീസൺ ഇതിനു വേണ്ടി ഞാൻ വെച്ചതാ. ഇതെടുക്കണോ അത് ഇതെടുക്കണോ? ഇത് കുറേ ഉണ്ട് കേട്ടാ. ഇതെടുത്താലോ നോക്കിയാലോ? ഇത് നോക്കട്ടെ, ഞാൻ കഷ്ടപ്പെട്ട് നോക്കി വെച്ചത്. നമുക്ക് ഇതെടുത്താലോ? നമുക്കിത് നോക്കട്ടെ. ക്യാൻസൽ കൊടുക്കല്ലേ, കഷ്ടപ്പെട്ട് ഇതായിട്ട് കളിച്ച് വെച്ചാൽ. ഇത് വേണ്ട, ഇത് തന്നെ എടുക്കാം. ഇതെടുത്താലോ? കൺഫ്യൂസ് ആയിരുന്നു, എന്താന്ന് പറഞ്ഞൂടെ. ഇതെടുക്കുവാണ് ഗൈസ്. 3, 2, 1 സ്റ്റാർട്ട്. ഗൈസ് എത്ര നേരം കൊണ്ട് ഇതൊന്ന് ആലോചിച്ച് വെച്ചതെന്നറിയാവോ? സോ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു കിഡിലോസ് വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. സോ ബൈ ഗൈസ്.